ദ ക്ലിപ്പ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ജീവി. ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം വലുതായ ഒരു ജീവി. ഇതുവരെ കണ്ടിട്ടുള്ളത് അതിൻ്റെ ചെറിയ രൂപങ്ങളെയാണ്. ചെറിയ ചെറിയ അത്തരം ജീവികളെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ സർവ്വസാധാരണമാണ് താനും. പക്ഷേ ആ ജീവിയുടെ ഇത്രയും വലിപ്പമുള്ള ഒരു വകഭേദം ഞാൻ ആദ്യമായിട്ട് കാണുന്നു. ഒരുപക്ഷെ നിങ്ങളും ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. തികച്ചും യാദർച്ഛികമായി ഒരു രാത്രിയിൽ എൻ്റെ പരിസരത്ത് വന്നുപെട്ടതാണ് ആ ജീവി. ഓക്കെ, നമുക്ക് ആ ജീവിയുടെ വീഡിയോ ഒന്ന് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒച്ച്. സാധാരണ ഒച്ചുകളേക്കാൾ വളരെ വലിപ്പമുള്ള ഒരൊച്ചാണിത്. അതിരിക്കുന്ന സ്ഥലം നമുക്ക് അത്ര പെട്ടെന്ന് വീഡിയോ എടുക്കാൻ പറ്റുന്നൊരു സ്ഥലമല്ല. എന്നാലും ഞാൻ വളരെ ബുദ്ധിമുട്ടി ഒരു ടോർച്ചിൻ്റെ വെട്ടത്തിലൊക്കെ എടുത്തതാണ്. അതിൻ്റെ ആ വിരിച്ചു വച്ചേക്കുന്ന രണ്ട് ഭാഗമുണ്ട്. ആ മാംസം വിരിച്ചു വച്ചേക്കുന്ന ഭാഗം, ആ സ്ഥലം മുതൽ അതിൻ്റെ അപ്പുറത്തെ അതേ എൻഡ് വരെ ഏറെക്കുറെ 10 സെൻറ്റിമീറ്ററെങ്കിലും 10-12 സെൻറ്റിമീറ്ററെങ്കിലും വീതി കാണും. അതിൻ്റെ ഷെല്ലെന്ന് വെച്ചാൽ സാധാരണ ഒച്ചിൻ്റെ ഷെല്ലിനേക്കാൾ വളരെ വലുതാണ്. സാധാരണ ഇതിൻ്റെ ഒരു 5 ഒക്കെ ചെറിയ ഒച്ചിനെയാണ് കാണുന്നത്. ഈ ഒച്ചിൻ്റെ ബോഡിയൊന്നും ഇത്രയും വലുതായിട്ട് ഒരിക്കലും നമ്മൾ കണ്ടിട്ടേ ഇല്ല. അതിപ്പോൾ ഒരു വാഴയുടെ തടയോ ചേമ്പിൻ്റെ തടയോ മറ്റോ വെട്ടിയിട്ടത് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ഭംഗിയായ ആ തിന്നുന്ന പ്രക്രിയ നമുക്ക് കാണാം. ഇതിൻ്റെ ശാസ്ത്രനാമമൊന്നും എനിക്കറിയത്തില്ല, ഞാൻ അന്വേഷിച്ചതുമില്ല. കാണാൻ ഒരു ഗംഭീര കാഴ്ചയായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അതിൻ്റെ ഷെല്ല് ഏറെക്കുറെ ഒരു ചെറിയ മാങ്ങയുടെ വലിപ്പം തന്നെ ഉണ്ട്. ഈ വീഡിയോയിൽ നമുക്ക് ശരിക്കും അതിൻ്റെ ആ ഒരു വലിപ്പം റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, സത്യം പറയാം. കാര്യം അത് ഒരു സൈഡാണ് നമ്മൾ എടുക്കുന്നത്, മറ്റേ സൈഡിൽ നിന്നും മുകളിൽ നിന്നും എടുക്കാനുള്ള സൗകര്യമില്ലായിരുന്നു. അപ്പം ഈ ഒരു കൗതുകകരമായ കാഴ്ചയാണ് ഇത്തവണ ദ ക്ലിപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഓക്കെ, വീഡിയോ കണ്ടല്ലോ. ഞാൻ ആ ജീവിയുടെ ശാസ്ത്രനാമവും മറ്റും അന്വേഷിച്ചിട്ടില്ല. ഒച്ചിൻ്റെ ഏതോ ഒരു വകഭേദത്തിൽപ്പെട്ട ജീവിയാണെന്ന് മാത്രം അറിയാം. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അതിൻ്റെ ശാസ്ത്രനാമവും മറ്റ് വിശദാംശങ്ങളും അറിയുമെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ വരിക, കമൻറ്റ് പോസ്റ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി.